ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരാൾ നമ്മളെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നത് വിശ്വാസികൾ പരസ്പരം നിർവഹിക്കേണ്ട കടമകളിൽപ്പെട്ടതാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് നിർവഹിക്കേണ്ട, പാലിക്കേണ്ട കടമ, ബാധ്യത, കടപ്പാട് 5 കാര്യമാകുന്നു. റദ്ദുസ്സലാം, അവൻ സലാം പറഞ്ഞാൽ മടക്കുക എന്നത്. വഇയാദത്തുൽ മരീദ്, അവൻ രോഗിയായാൽ അവനെ സന്ദർശിക്കുക എന്നത്. വഇത്തിബാഉൽ ജനായിസ്, മരിച്ചാൽ ആ ജനാസയെ, മയ്യത്തിനെ അനുഗമിക്കുക എന്നത്. വഇജാബത്തു ദഅവ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, അതിന് മറുപടി നൽകുക എന്നത്. വതശ്മീത്തുൽ ആതിസ്, തുമ്മയിട്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്നവന് അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. ഈ 5 കാര്യങ്ങൾ മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട കടമകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ക്ഷണിച്ചാൽ ഉത്തരം നൽകുക, ക്ഷണം സ്വീകരിച്ച് ഉത്തരം നൽകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതുകൊണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കുക. ക്ഷണം സ്വീകരിക്കുക. ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ, ചിലപ്പോൾ സമൂഹത്തിൽ ഉന്നതരാണ് വിളിച്ചതെങ്കിൽ നമ്മൾ വേഗം പോകും. താഴെയുള്ള ആളുകളാണ് വിളിച്ചതെങ്കിൽ അത് നമ്മൾ പരിഗണിക്കാറില്ല. ഇസ്ലാം അങ്ങനെയല്ല, പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. സമൂഹത്തിലെ വലിപ്പ ചെറുപ്പങ്ങളോ സ്ഥാനങ്ങളോ നോക്കാതെ ആര് ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിക്കുകയും അവിടെ പോവുകയും ചെയ്യുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ രീതിയായിരുന്നു. അതെ, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക, അതിന് ഉത്തരം ചെയ്യുക എന്നത് മുസ്ലിങ്ങൾ പരസ്പരം പാലിക്കേണ്ട മര്യാദകളുടെ, ബാധ്യതകളുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.